ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് അതൊന്ന് അരിഞ്ഞ് വെക്കണം. എന്നാൽ പിന്നെ രാത്രി ആ പണി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ഏതായാലും എടുത്ത പണിയല്ലേ, ഇനിയിപ്പോൾ ഇതും കൂടി ഒന്ന് അരിഞ്ഞ് വെച്ചേക്കട്ടെ. ഒരു മാങ്ങ ഉണ്ട്, ഒരു ആപ്പിളിൻ്റെ പകുതി ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, കുറച്ച് കുമ്മട്ടിങ്ങൻ്റെ ഒരു പകുതി. ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞ് അതും ഒരു പാത്രത്തിലാക്കി വെച്ചാൽ രാത്രി മക്കൾക്ക് വേഗം എടുത്ത് കൊടുക്കാം. അത്രയും പണികളുണ്ട് മക്കളെ. തിരുമ്പിയതൊക്കെ ഒന്ന് വെയിലാകുമ്പോഴത്തേക്ക് വെയിലത്തേക്ക് ഇടണം. അങ്ങനെയൊക്കെയാണ് മക്കളെ. ഇന്നലെ തിന്നതിൻ്റെ ബാക്കി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒക്കെ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്താനോട് എണീച്ച് പല്ലേക്കാൻ പറയും, അമ്മ വരാ. ദോശ ചുടാനുണ്ട് മക്കളെ. അപ്പം ഇന്ന് അന്താനിക്ക് പിന്നെ ഫ്രൂട്ട്സാണ് കൊണ്ടുവേണ്ടിയെന്ന് അറിഞ്ഞത്. ദിയ പറഞ്ഞ് എനിക്കും ഫ്രൂട്ട്സ് മതി, സ്നാക്സിന് ഫ്രൂട്ട്സ് കൊണ്ടുപോയാൽ മതി. അപ്പം ഞാൻ ഏതായാലും മുറിക്കുകയാണ്. മുറിക്കുമ്പോൾ ഞാൻ കഷ്ണമായിട്ട് മുറിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതും കൂടി മുറിച്ച് റെഡിയാക്കി വെക്കുകയാണ്. എന്നാൽ പിന്നെ കൊണ്ടാവാലോ എന്ന് വിചാരിച്ചിട്ട് ഈ പണിയോടെ കഴിഞ്ഞാൽ ദിയ പറഞ്ഞ് എനിക്ക് വേറെ ഒന്നും വേണ്ട, മാങ്ങ മാത്രം മതി എന്ന് പറഞ്ഞ്. പിന്നെ അന്താനിക്കും അത് തന്നെ മതി. പിന്നെ ഹനാനിക്കാണെങ്കിൽ ഇവിടെ കുത്തിന് തിന്നാൽ മതിയല്ലോ, ഏതായാലും 4-5 ദിവസം കൂടി കഴിഞ്ഞാലല്ലോ എനിക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുട്ടികളെ, ഒന്നും പറയണ്ട. എണീച്ചിക്കിന് മക്കളൊക്കെ എണീച്ചിക്കിന് ജഗ പുകയിലാണ്, വർത്താനത്തിലാണ്. ദിയമോളെ പൊളി ചെയ്യാനായിക്കിന് ഓക്ക് ഡ്രസ്സ് മാറലും ഒരുങ്ങലും തിരക്കാണ്. യൂണിഫോം ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെയാണ് കുട്ടികളെ. ആണില്ല മക്കളെ, കൊയങ്ങി അണ്ണി മറിഞ്ഞിക്കിന്. ഏതോ നേരെ അടുക്കള കയറിക്കിന് കണ്ണും തോലും ഒളിച്ചിട്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ അന്താനിയും കൊണ്ടുപോകണം. അന്താനി അനങ്ങിയാൽ ഞാൻ വരണം. ഞാൻ ഇല്ലാത്തൊരു പരിപാടി എനിക്ക് നടക്കൂല. അപ്പം നെല്ലാപ്പം അന്നേരം പറയും ചെയ്യും, ഇങ്ങോട്ട് കയറൂട്, ഞാൻ വെറുതെ അവനെ ഇടങ്ങാറാക്കണ്ടെന്ന് പറയും. അപ്പം ഞാനും കയറണം. അങ്ങനെ എല്ലാം കൂടി ഒരു കഥയില. ആണില്ല പൊന്നാര കുട്ടികളെ എനിക്ക്. അപ്പോൾ അതാ മാങ്ങ മുറിച്ച് കഴിഞ്ഞ് നല്ല നല്ല മധുരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് നല്ല മാങ്ങ. അപ്പോൾ ഏതായാലും വേണ്ടിയിട്ട് ഞാനൊന്ന് മുറിക്കുകയാണ്. പെയ്യ ഒരു ഗ്ലാസ് ചായ വരെ കുടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എനിക്കൊരു കട്ടൻ ചായ രാവിലെ കുടിക്കലുണ്ട്, അതിന് വരെ എനിക്ക് കഴിഞ്ഞില്ല കുട്ടികളെ. ഒന്നും പറയണ്ട. ഇതൊരു പാത്രത്തിൽ ഓരോരോ പ്ലാസ്റ്റിക്കിന് ഓരോ പാത്രത്തിലാക്കി കൊടുക്കണം മക്കൾക്ക്, രണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് കുട്ടികളെ. കണ്ണ മക്കള്. അപ്പോൾ രാത്രിയാകുമ്പോൾ രാത്രി വേണമെങ്കിൽ എടുക്കാമല്ലോ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് മൂക്ക് തിന്നണമെങ്കിൽ ഓട് ഇതൊക്കെ തിന്നാം. ഏതായാലും ഇപ്പം ഇനി ഓക്ക് തന്നെ കൊടുക്കാം. ഓക്ക് ദോശയും വേണ്ട, ഒന്നും വേണ്ട. അതൊന്നും വേണ്ട വേണ്ടെന്നാണ് പറയാം. അപ്പോൾ ഫ്രൂട്ട്സ് ആകുമ്പോൾ ഓട് തിന്നോളും. അപ്പോൾ അത് ഓക്കും കൊടുക്കാം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് മുറിക്കാം മക്കളെ രാവിലെ തന്നെ. ഇതൊക്കെ കഴുകി വെച്ചതാട്ടോ. കഴുകി വെച്ചത് ഞാൻ മുറിക്കുകയാണെന്നുള്ളൂ. ഇപ്പം ഈ പാത്രത്തിൽ മുറിച്ചിട്ടാ മാങ്ങ ഇത് ആ കളറൊക്കെ വ്യത്യാസം വരും. അപ്പം ഇതിലേക്ക് മുറിക്കട്ടെ. അപ്പം അങ്ങനെയൊക്കെയാണ് കുട്ടികളെ. കൈയൊക്കെ ചോര കളറുണ്ട്, കണ്ടില്ലേ? മക്കളെ മക്കളെ. അപ്പം നമ്മളെ ചാനൽ നിങ്ങൾ മറക്കരുത് മക്കളെ. അറിയുന്ന ലിങ്കൊക്കെ അറിയുന്നവർക്കൊക്കെ നിങ്ങളൊന്ന് ഇട്ടുകൊടുക്കുക. നമ്മളെ ചാനൽ എല്ലാവരോടും കാണാൻ പറയുക. ഇതൊക്കെ ഉണ്ടായിട്ടൊന്നല്ല മക്കളെ, എൻ്റെ മോക്ക് നിർബന്ധമാണ് ഫ്രൂട്ട്സ് കൊടുക്കണമെന്നുള്ളത്. മോക്ക് ഫ്രൂട്ട്സേ കഴിക്കാൻ പറ്റുള്ളൂ, മറ്റേതൊന്നും ഓള് തിന്നൂല. അങ്ങനെയാണ് ഡോക്ടർ പ്രധാനവും അങ്ങനെ തന്നെയാണ്, ഡോക്ടർ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കുട്ടികളെ. അപ്പോൾ ഒരു കഷ്ണം വത്തക്ക എടുത്ത് വെക്കുകയാണ്. എന്തോ ഒരു കഷ്ണം വത്തക്ക ഉണ്ട്, അത് നിർത്തി വെച്ചേക്കട്ടെ. ഇപ്പോൾ നാളെ എടുക്കാനോ അത്. കഷ്ണം മുറിച്ച് കഴിഞ്ഞാൽ കിട്ടാം. കയ്യൊക്കെ കണ്ടില്ല മക്കളെ, ചോര കളറായി വരുന്നുണ്ട്. അപ്പം
എനിക്കൊന്നും വലിയ താല്പര്യമില്ലാതായിരിക്കും മക്കളെ ഇതൊക്കെ തിന്നിട്ട്. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഹന്താനിക്കുള്ളതാണ്. ഹന്താൻ ആപ്പിളേ തിന്നുള്ളൂ. എനിക്ക് ഇതൊന്നും വലിയ താല്പര്യം. പിന്നെ മാങ്ങ തിന്നും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുട്ടികളെ. അപ്പോൾ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞതാ. ഇത് ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ്. അത് രാവിലെ എടുത്ത് പുറത്തേക്ക് വെച്ചതാണ്. ഇത് ഇപ്പം മുറിച്ചതാണ്. രമേ എന്താണ് അവിടെ രാവിലെ തന്നെ? രാവിലെ വാപ്പ എന്തോ ഒച്ചപ്പാടാണ്. അങ്ങനെ പണികളൊക്കെ ഏതാണ്ടും കഴിഞ്ഞ് ഇനി ദോശ ചൂടണം മക്കളെ. ദോശ ചുട്ട പണി കഴിഞ്ഞു, ദോശ ചുട്ടാലി കഴിഞ്ഞു മക്കളെ. അപ്പം ഇതെല്ലാം റെഡിയാക്കി വെച്ചിങ്ങനെ. ഇനി ഇതാണ് മുടി. എൻ്റെ മുടി അതാണെന്ന് തോന്നുന്നു. മുടിയൊക്കെ മാറിപ്പോയി. അതാണ് എൻ്റെ മുടി. അപ്പം നമ്മളിതെല്ലാം ഇവിടെ എടുത്ത് വൃത്തിയാക്കുകയാണ്. അമ്പരുമാണമുള്ള തരുണി. കുറേ ഫ്രൂട്ട്സിൻ്റെ തോലും അതും ഇതൊക്കെ ഉണ്ടാവും മക്കളെ ഇവിടെ. നമ്മളെ ചെടിക്കൊക്കെ ആണ് ഇട്ടുകൊടുക്കല്. ഇനിയിപ്പം ചെടിയില്ല പടിയില്ല ഇവിടെ. ഒക്കെ നമ്മളിത് പോയി. നമ്മളുടെ ഉണ്ടാക്കാനിട്ട താല്പര്യമില്ല. അപ്പോൾ കുടുംബശ്രീന്ന് ചെടി വേണോ പയറ് വിത്ത് വേണോ എന്നൊക്കെ കുറേ ചോദിച്ച് അതൊന്നും ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കി. കാരണം എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല മക്കളെ. അപ്പം അതൊന്നും വാങ്ങിയില്ല. അപ്പം നമ്മൾ അന്നത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇതാ റേക്കൊക്കെ ഒന്ന് തുടയ്ക്കുക, വൃത്തിയാക്കുക. പിന്നെ കുറച്ച് കോഴിമുട്ട രാവിലെ തന്നെ മൂപ്പര് രാത്രി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ. അതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അങ്ങനെ കാണും കുട്ടികളെ. അപ്പം രാവിലെ മക്കളെ കഴിഞ്ഞു. മനക്കളെ ഇതുണ്ട് മക്കളെ. ഇവിടെ ഒരു വള്ളം ഉണ്ടില്ലേ, അതിനോട് വെള്ളം നമ്മളിവിടുന്ന് പുറത്തേക്ക് പോകില്ല, അവിടെ തന്നെ നിൽക്കും. അല്ലെങ്കിൽ ഇതിനുള്ളിലേക്ക് ഇങ്ങോട്ടാവില്ലേ. അതുകൊണ്ട് വെള്ളം പുറത്തേക്ക് പോകില്ല. ഇവിടെ 4 ഭാഗം ഇങ്ങനെ കെട്ടി അത്തല വരെ ഉണ്ട്. ആ ബേസിൻ്റെ അതുവരെ അങ്ങനെ. അതുകൊണ്ട് നല്ല സുഖമാണ്. വെള്ളം തുള്ളി നമുക്ക് ചിലതുണ്ടല്ലോ നമ്മളിവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് വരിക, നമ്മൾ അടുക്കളയിലേക്ക് നമ്മളെ നിലത്തെ ഫ്ലോറിലേക്ക് തൂക്കുക. അത് തൂക്കൂല. ഇങ്ങനെ ആക്കിയതിനെ കൊണ്ട് നല്ല വൃത്തിയുണ്ട്. ഒരു വലിയ സൈസ് എറുമ്പുണ്ട് മക്കളെ. അതൊരു വല്ലാത്തൊരു കൂട്. നമ്മളെ ചോറ് ഇതാ വെന്ത് ഊറ്റി ഇവിടെ വെച്ചിക്കിന്. സാമ്പാറും ചോറും കൊണ്ടുപോയാണ്. സാമ്പാറും ചോറും. ദോശ കൊണ്ടുപോകണമെങ്കിൽ ദോശ. ദോശ നല്ല ദോശ. അങ്ങനെ കാക്കണം കുട്ടികളെ. അതെ വലിയാപ്പ കൊണ്ടുവന്ന് വെച്ചതാണ് ഇത്. 30 കോഴിമുട്ടുണ്ട്. അതിൽ അവളെൻ്റെ ബാപ്പ ഇപ്പോൾ പൊട്ടി പോകും. അങ്ങനെ കോഴിമുട്ടുണ്ട്. ഇതെടുക്കണം. കർമ്മൂസ തീരെ ഇന്നലെ രാത്രി കൊണ്ടുവന്നതാണ്. അതായിട്ടില്ല. അപ്പോൾ അത് അവിടെ തന്നെ വെച്ച് ഒന്നും പറയണ്ട. പാല് ഓരോരോ 3 പാക്കറ്റ് ഒന്നായിട്ട്. ഇത് പുറത്ത് വെച്ചാൽ മതി കേട്ടോ മക്കളെ. പാല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ്. ഞാൻ അറിയില്ല എന്നൊന്നും പറയല്ല. പുറത്ത് വെച്ചാൽ മതി. ഇതിന് കുറച്ച് നമ്മളിത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം. പൊട്ടിക്കാതെ നമുക്ക് ഇതിൻ്റെ ഡേറ്റ് വരെ നമുക്ക് ഇത് പുറത്ത് വെക്കാം. അപ്പോൾ 3 പാക്കറ്റ് പാല് വാങ്ങിയതാ ഇന്നലെ. ഇതൊക്കെ നമ്മളെ മക്കൾക്ക് വാങ്ങണം മക്കളെ. കാരണം ഞാനും എൻ്റെ കെട്ടിയവനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ 1-2 ദിവസം 3 ദിവസം കൂടുമ്പെങ്കിലും വാങ്ങും 30 കോഴിമുട്ട. അങ്ങനത്തേതാണ് നമ്മൾ ആ മക്കൾക്ക് തിന്നാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു കേട്ടപ്പം വല്ലാത്ത സങ്കടമായിപ്പോയി. കാരണം നമ്മളെ ഈ മക്കൾക്ക് നമ്മൾ തിന്നാൻ കൊടുക്കില്ല എന്ന് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ മക്കളെ? അതാണ് ഓല്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളെ. ചിലവർക്ക് അങ്ങനെയാണ്. മറ്റുള്ളവരെ എങ്ങനെയൊക്കെ കുറ്റപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തും.